اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ അടിമകൾക്കും അടിയാത്തികൾക്കും സന്തോഷിക്കാനും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും അനുവാദം നൽകിയിട്ടുള്ള, മറിച്ചത് നിയമമാക്കിയിട്ടുള്ള ദിവസമാണ്. ഈദുൽ ഫിത്റിന്റെ ദിവസമാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ഒരു മാസം ഭക്ഷണവും പാനീയവും വികാര വിചാരങ്ങളെയും അടക്കി വെച്ച് അള്ളാഹുവിന്റെ പള്ളികളിൽ, മസ്ജിദുകളിൽ ഇഅ്തികാഫ് ഇരിക്കുകയും മസ്ജിദുകളിൽ ദീർഘനേരമുള്ള ഖിയാമുൽ ലൈലുകൾ നിർവഹിക്കുകയും മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അടിമകൾ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചു. അതിന്റെ പരിസമാപ്തി എന്നോണം അതിന്റെ പ്രതിഫലം വാങ്ങുന്ന ദിവസം യൗമുൽ ജസ, ഒരു മാസത്തെ പ്രയത്നത്തിന്റെ പ്രതിഫലമായി റബ്ബിന്റെ അടുക്കലിൽ നിന്നും ആനുകൂല്യങ്ങളും കൂലിയും വാങ്ങുന്ന ഇന്നത്തെ ദിവസം ഈദുൽ ഫിത്റിന്റെ ദിവസം. പ്രിയമുള്ളവരെ, ഈ ഒരു ദിവസത്തിൽ മാലോകരോട് മുഴുവനായി മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, പ്രത്യേകിച്ച് മുവഹിദുകൾക്ക് വിളിച്ചു പറയാനുള്ള ചില സന്ദേശങ്ങളുണ്ട്. ഈദിന്റെ സന്ദേശം. അതിലൊന്നാമതായി, ഇന്നത്തെ ദിവസം പള്ളിമിനാരങ്ങളിൽ നിന്നും കടകമ്പോളങ്ങളിൽ നിന്നും തെരുവോരങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ ധ്വനികൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു തആല ഏകനാണ്. അവൻ മാത്രമാണ് വലിയവൻ. അത് അല്ലാഹു തന്നെയാണ് വലിയവൻ എന്ന പ്രഖ്യാപനം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും, പള്ളിമിനാരങ്ങളിൽ നിന്നും, കടകമ്പോളങ്ങളിൽ നിന്നും, തെരുവോരങ്ങളിൽ നിന്നും, മുസ്ലിമിന്റെ വീട്ടുകളിൽ നിന്നും ഇന്നത്തെ ദിവസം ശബ്ദത്തോടുകൂടി നമ്മൾ കേൾക്കുന്ന തക്ബീറിന്റെ ധ്വനികൾ, അല്ലാഹു അക്ബർ, അതെ അല്ലാഹു തന്നെയാണ് വലിയവൻ, അവൻ മാത്രമാണ് വലിയവൻ എന്ന ഒന്നാമത്തെ തൗഹീദിന്റെ അചഞ്ചലമായ പ്രഖ്യാപനമാണ് ഈ ലോകത്തോട് മുഅ്മിനീങ്ങൾക്ക്, മുവഹിദുകൾക്ക് ഈദിന്റെ സന്ദേശമായി ഒന്നാമത് നൽകാനുള്ളത്. ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, കൈകൾ നീട്ടപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, ആവശ്യങ്ങൾ ചോദിക്കാൻ അർഹനായിട്ടുള്ളവൻ, പരാതികളും സങ്കടങ്ങളും വിഷമങ്ങളും ഏതൊരുത്തന്റെ മുന്നിലാണോ മുഅ്മിനീങ്ങൾ ഇറക്കി വെക്കുന്നത് അതിനർഹനായിട്ടുള്ളവൻ, പാതിരാ സമയത്ത് ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തി ചോദിക്കാൻ അർഹനായിട്ടുള്ളവൻ, മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, മാലോകരുടെ മുഴുവനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും സങ്കടങ്ങളും അറിയുന്നവൻ, ലോകത്ത് ചലിക്കുന്ന ഓരോ ചലനങ്ങളും, ലോകത്തിന്റെ സ്പന്ദനം അറിയുന്നവൻ. ഒരു ഇല പോലും അള്ളാഹുവിന്റെ അറിവോടുകൂടി നിലത്തേക്ക് വീഴുന്നില്ല. അത്രത്തോളം ലോകത്തെ അടക്കി ഭരിക്കുന്ന അജയ്യനായ ഖഹാറായ അള്ളാഹു ഏകനാണെന്നും അവൻ മാത്രമേ ഭൂമി ലോകത്ത് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളെന്നും പ്രഖ്യാപനം, തൗഹീദിന്റെ അചഞ്ചലമായ പ്രഖ്യാപനം
അതാണ് ഈദുൽ ഫിത്തറിന്റെ ഒന്നാമത്തെ സന്ദേശമായി നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങണം, നിങ്ങൾ സുന്നത്തിലേക്ക് മടങ്ങണം, അള്ളാഹു മാത്രമെന്ന് പറയുന്ന ഒരു സംഘത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. അതിലൂടെ മാത്രമേ പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരു ഭാഗത്ത് ആത്മീയ ചൂഷണങ്ങൾ, ഖുർആനിന്റെ വെള്ളി വെളിച്ചം മനസ്സിലാക്കാതെ, ഖുർആനിന്റെ അധ്യാപനങ്ങൾ തിരിയാതെ, എന്താണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് പോലും തിരിച്ചറിയാത്ത സമുദായത്തെ, പാവപ്പെട്ട ജനങ്ങളെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പള്ള വീർപ്പിക്കുന്ന പണ്ഡിത സമൂഹം നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങാതെ ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം, ഈ സമുദായം, ഈ ജനവിഭാഗം, ഈ മനുഷ്യ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവനമായ ജീവിതത്തെ അവലംബിക്കുന്ന പരിശുദ്ധ സുന്നത്തിലേക്കും എപ്പോഴാണോ ഈ മനുഷ്യ സമൂഹം മടങ്ങാൻ തയ്യാറാകുന്നത്, എപ്പോഴാണോ അതിനെ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നത്, അതിലൂടെ മാത്രമേ ഈ ലോകത്തിന്റെ ഇരുണ്ടത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വെളിച്ചം കാണാൻ ഈ മനുഷ്യ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ പ്രഖ്യാപനം, ഈദുൽ ഫിത്തറിന്റെ സന്ദേശം. നമ്മൾ കാണുന്നില്ലേ, ഇന്നത്തെ ദിവസങ്ങളിൽ പോലും, പരിശുദ്ധ റമദാനിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പോലും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് മാതാവ് ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ കൂടപ്പിറപ്പുകൾ ഏതാണെന്നോ സഹോദരന്മാർ ഏതാണെന്നോ മാതാപിതാക്കൾ ഏതാണെന്നോ തിരിച്ചറിയാതെ കാമഭ്രാന്തത്തോടുകൂടി മാതാവിന്റെ മുഖത്തേക്ക് നോക്കുന്ന യുവാക്കൾ സ്വന്തം കൂടപ്പിറപ്പുകളുടെ കഴുത്തുകൾ അറുക്കുമ്പോ നെഞ്ചു പിടക്കാതെ, കൈകൾ വിറക്കാതെ, ഒരലേശം തല്ലുപോലും സങ്കടമില്ലാതെ കൂടപ്പിറപ്പിന്റെ കഴുത്തുകൾ അറുക്കുമ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ യുവസമൂഹത്തിന്റെ പ്രവണതകൾ എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാത്തത് കൊണ്ട്, പരിശുദ്ധ സുന്നത്തിലേക്ക് മടങ്ങാത്തത് കൊണ്ട്, ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിക്കാത്തതിന്റെ തിക്ത ഫലമാണ് പ്രിയമുള്ളവരെ ഈ സമുദായം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ലോകത്തിന്റെ പ്രശ്നം, അത് തന്നെയാണ് നാട്ടിന്റെ പ്രശ്നം, അത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ള സങ്കടങ്ങളും ഈ സമൂഹത്തിനും സമുദായത്തിനും പറയാനുള്ളതും അത് തന്നെയാണ്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് പെറ്റ തള്ളയുടെ വയറിലേക്ക് കത്തി കുത്തിയിറക്കുന്ന മക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രാത്രികാലങ്ങളിൽ കന്നുകാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിൽ കടകമ്പോളങ്ങളിൽ മയക്കുമരുന്നിന് മസ്തിഷ്കം പണയം വെച്ച് മനുഷ്യത്തിന്റെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, മനുഷ്യ ജീവിതത്തിന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് പോലും തിരിച്ചറിയാത്ത നാൽക്കാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിൽ മനുഷ്യകുലത്തിന് മോശം പറയപ്പെടുന്ന രൂപത്തിൽ തെരുവോളങ്ങളിൽ രാത്രികാലങ്ങളിൽ തെണ്ടി നടക്കുന്ന ലഹരിക്കടിമപ്പെട്ട യുവതലമുറക്ക് പരിഹാരം പരിശുദ്ധ ഖുർആനിൽ മാത്രമാണ്. അവർക്കുള്ള പരിഹാരം പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ മാത്രമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പാവനമായ ജീവിതത്തിലേക്കുള്ള മടക്കം കൊണ്ട് മാത്രമേ പ്രിയമുള്ളവരെ ലഹരിയുടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ സമുദായത്തിനെയും ഈ നാട്ടിനെയും രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ മരുഭൂമിയിൽ ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആർക്കും തിരിഞ്ഞു നോക്കാൻ താല്പര്യമില്ലാത്ത, പെണ്ണിനും കള്ളിനും യുദ്ധത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച, കണ്ടാൽ അറപ്പ് തോന്നുന്ന സ്വഭാവത്തിന് ഉടമകളായിട്ടുള്ള ഒരു സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ, റസൂലുള്ളാഹി തങ്ങളുടെ പാവനമായ ജീവിത രീതിയിലൂടെ, ജീവിത ശൈലിയിലൂടെ ഉന്നതന്മാരായി ഖിയാമത്ത് നാൾ വരെ പറയപ്പെടുന്ന സമുദായമായി ഉന്നതന്മാരായി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ പരിവർത്തനം സാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ മാത്രമാണ്. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും മയക്കുമരുന്നും മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഇല്ലായ്മ ചെയ്യുന്ന, മനുഷ്യനെ മനുഷ്യനെന്ന ബോധത്തിൽ നിന്നും മാറ്റി കന്നുകാലികളെക്കാൾ അധപ്പതിപ്പിക്കുന്ന രൂപത്തിലുള്ള മയക്കുമരുന്നും മദ്യവും എപ്പോഴാണോ ഈ സമുദായം ഒഴിവാക്കുന്നത്, ഈ ജനങ്ങൾ ഒഴിവാക്കുന്നത്, ഈ മനുഷ്യർ ഒഴിവാക്കുന്നത്, അപ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി കാണാനും നാടിനോടും രാജ്യത്തിനോടും സമുദായത്തിനോടുമുള്ള
പ്രതിബദ്ധതയുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇന്നമാ യുരീദു ശൈത്വാൻ أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة. മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കുകയും മനുഷ്യനെ കൂടപ്പിറപ്പുകളെ കന്നുകാലികളെക്കാൾ മോശമായ രൂപത്തിൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന, മാതാവിന്റെ മുഖത്തേക്ക് പോലും വികാരത്തോടുകൂടി നോക്കുന്ന മക്കളെ ഇല്ലായ്മ ചെയ്യാൻ മദ്യവും മയക്കുമരുന്നും ഒഴിവാക്കാതെ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഈദുൽ ഫിത്തറിന്റെ സന്ദേശമായി മാലോകരോട് നമുക്ക് വിളിച്ചു പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം. രണ്ടാമതായി പ്രിയമുള്ളവരെ, ലോകത്തെവിടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളായാലും ലോകത്തിന്റെ അതിർവരമ്പുകളില്ലാതെ, രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ലാതെ, കടലിനക്കരയായാലും കാടുകൾക്കക്കരയാണെങ്കിലും മലകൾ അപ്പുറമാണെങ്കിലും മുഅ്മിനീങ്ങൾ സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കേണ്ടവരാണ്. പരസ്പര സ്നേഹത്തോടെ, പരസ്പരം ഐക്യത്തോടെ, സഹോദരങ്ങളെ പോലെ, ഒരുമ വെച്ച മക്കളെ പോലെ സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ഇസ്ലാമിക സാഹോദര്യ ബന്ധത്തെ നിലനിർത്തുക, അതാണ് രണ്ടാമതായി ഈദുൽ ഫിത്തറിന്റെ സന്ദേശമായി ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാനുള്ളത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പല കോലത്തിലും പല രൂപത്തിലും പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അവരുടെ കൂടെയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും. അവരുടെ വേദന നമ്മുടെ അവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളാണ്. ഖുദ്സിന്റെ മണ്ണിൽ ഉമ്മയില്ലാത്ത മക്കൾ, യതീമികളായ മക്കൾ, മാതാപിതാക്കളില്ലാത്തവർ, കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടവർ, താങ്ങും തണലുമായ പിതാക്കന്മാരെ നഷ്ടപ്പെട്ടവർ, സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കടലായ മാതാവ് നഷ്ടപ്പെട്ടവർ, പിഞ്ചു പൈതലുകൾ, പെരുന്നാളിന്റെ ദിവസം എന്തെന്നറിയാതെ, സന്തോഷത്തിന്റെ ദിവസങ്ങൾ എന്തെന്നറിയാതെ, തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾക്കുള്ളിൽ ആർത്തിരമ്പുന്ന വ്യോമാക്രമണത്തിന്റെ വ്യോമവിമാനങ്ങളുടെ ബോംബ് വർഷിക്കുന്ന ശബ്ദത്തിനിടയിൽ തേങ്ങിക്കരയുന്ന പൈതലുകളുള്ള ഖുദ്സിന്റെ മണ്ണിലെ ഓരോ മനുഷ്യരും, ഓരോ ചിന്നിച്ചിതറിയ മയ്യത്തുകൾക്കിടയിൽ വിലപിക്കുന്ന ഓരോ മക്കളും പ്രിയമുള്ളവരെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മക്കളാണ്. അവിടെയുള്ള ഓരോ യതീമും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹോദരങ്ങളാണ്. അവിടെ ജീവനറ്റ് വീകുന്ന ഓരോ യുവാക്കളും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹോദരങ്ങളാണ്. അവിടെ മരിച്ചു വീകുന്ന ഓരോ പെണ്ണുങ്ങളും മാതാപിതാക്കളും വൃദ്ധന്മാരും എല്ലാവരും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബക്കാരാണ്, സഹോദരങ്ങളാണ്. അവിടെ ഓർത്തുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈദുൽ ഫിത്തറിന്റെ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. അതിരുവിടാൻ പാടില്ല. ആഘോഷിക്കാം, സന്തോഷിക്കാം. പരിധികളുണ്ട്, അതിർവരമ്പുകളുണ്ട്. അത് ലംഘിക്കാതെ ആ പാവപ്പെട്ടവരെ മനസ്സിൽ ആലോചിച്ചു കൊണ്ടായിരിക്കണം ഈദുൽ ഫിത്തറിന്റെ ദിവസം നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മുടെ മക്കളെ കയ്യും പിടിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ഈദ്ഗാഹുകളിലേക്കും മുസല്ലകളിലേക്കും ചെല്ലുമ്പോൾ ഇതൊന്നും സ്വപ്നം പോലും കാണാൻ സാധിക്കാതെ പട്ടിണിയായ വയറോടുകൂടി, കല്ലുകൾ വെച്ച് കെട്ടിയ വയറുമായി, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ചിന്നിച്ചെതറിയ ബിൽഡിങ്ങൾക്കിടയിലും ചിന്നിച്ചിതറിയ മൃതശരീരങ്ങൾക്കിടയിലും ഈദ്ഗാഹുകളെന്നില്ലാതെ, മുസല്ലകളില്ലാതെ, തക്ബീറിന്റെ ധ്വനികളില്ലാതെ പട്ടിണി പാവങ്ങളായ ഒരുതരം ജനങ്ങൾ ഒരു ഭാഗത്ത് പ്രയാസപ്പെടുമ്പോൾ അവരെ ഓർത്തുകൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈദുൽ ഫിത്തറിന്റെ ദിവസം വിശ്വാസികൾ ചെലവഴിക്കേണ്ടത്. അതാണ് ഈദിന്റെ രണ്ടാമത്തെ സന്ദേശമായി മാലോകർ നമുക്ക് വിളിച്ചു പറയാനുള്ളത്. മൂന്നാമതായി ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെ, പ്രത്യേകിച്ചും മാതാപിതാക്കൾ, അയൽവാസികൾ, അതുപോലെ തന്നെ ആദർശ സുഹൃത്തുക്കൾ, ഇവരുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ പെറ്റ തള്ളയെയും ഉപ്പയെയും നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പിതാവിനെയും ചേർത്തു പിടിക്കാനും അവരോട് സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ സംസാരങ്ങൾ സംസാരിക്കാനും അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാനും ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഈദിന്റെ മൂന്നാമത്തെ സന്ദേശം. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു മാസക്കാലം നമ്മൾ അള്ളാഹുവിന് പള്ളികൾ ഭജനമിരുന്നു, ഇഅ്തികാഫുകൾ നിർവഹിച്ചു, ഖിയാമുൽ ലൈലുകൾ നിർവഹിച്ചു, തിലാവത്തുൽ ഖുർആൻ നിർവഹിച്ചു. ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു പരിശുദ്ധ റമദാനിൽ. അതും തുടർന്ന് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്നത്തെ ദിവസത്തോടുകൂടി നന്മകൾ അവസാനിപ്പിക്കാനായിട്ടില്ല, നോമ്പുകൾ അവസാനിപ്പിക്കാനായിട്ടില്ല, നന്മകളും സദഖകളും അവസാനിപ്പിക്കാനായിട്ടില്ല. ഇന്നത്തെ ദിവസം തുടരുകയാണ്. ഒരു മാസക്കാലം നമ്മൾ പരിശീലിച്ച ജീവിതത്തിന്റെ പുതിയ തുടക്കമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഒന്നും അവസാനിപ്പിക്കാനായിട്ടില്ല. വരാനിരിക്കുന്ന പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും വേണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചതുപോലെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ നാളെ പരലോകത്തേക്ക് വരാനിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം.
ഒരുങ്ങണം. ഈ ഒരു മാസക്കാലം നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യമായിരിക്കണം വരുന്ന 11 മാസക്കാലം നമുക്ക് ജീവിക്കാനുള്ള ഊർജവും അച്ചുതണ്ടുമായി നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഖിയാമുൽ ലൈലുകളും തറാവീഹുകളും അതുപോലെ തന്നെ സദഖകളും നമ്മൾ പരിശുദ്ധ റമദാനിൽ ചെയ്തിട്ടുള്ള നന്മകളും പരിപൂർണ രൂപത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രാജ്യാതിർത്തികളില്ലാതെ പ്രയാസപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഇതിനേക്കാൾ നല്ലത് അള്ളാഹു ദുനിയാവിലും നാളെ ജന്നാത്തുൽ ഫിർദൗസിലും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.